ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടി നിങ്ങളോട് അഡിക്റ്റ് ആകാനുള്ള കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ടിപ്സൊക്കെ ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന ആ പെൺകുട്ടിക്ക് നിങ്ങളോടൊരു അഡിക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഏതൊക്കെയാണ് ആ ടിപ്സ് എന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലിസണിങ് ആണ്. അതായത് ആ ഒരു പെൺകുട്ടി പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. പൊതുവെ പെൺകുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഒരു പെൺകുട്ടി നിങ്ങളിപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓപ്പണായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. തൊരുതൊരാ അവളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച്, അതായത് നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങളൊരു ഗുഡ് ലിസണറാണ് എന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോടൊരു അട്രാക്ഷൻ തോന്നുകയും പയ്യെ പയ്യെ അതൊരു അഡിക്ഷനായിട്ട് മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു പെൺകുട്ടി നിങ്ങളോട് എല്ലാ കാര്യങ്ങളും വന്നിങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിരിക്കുകയാണ് ചെയ്യേണ്ടത്. ചിലരുണ്ട്, ഈ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ വന്ന് പറയുമ്പോഴത്തേക്കും അവർ ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ആ ഒരു പെൺകുട്ടിക്ക് വല്ലാതെ ഇറിറ്റേഷനാണ് ക്രിയേറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പെൺകുട്ടി പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, സ്മൈലാണ്. അതായത് ആർക്കും ഒരു ചെലവും ഇല്ലാത്ത ഒരു കാര്യമാണ് ഈ ചിരി എന്ന് പറയുന്നത്, അല്ലേ? നമ്മളിപ്പോൾ പല വീഡിയോസിലും പറഞ്ഞ ഒരു ഡയലോഗാണ് ഇത്. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആ ഒരു പെൺകുട്ടിനെ കാണുമ്പോൾ ചിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പെൺകുട്ടികൾക്ക് പൊതുവെ നല്ല ചിരി, കട്ട താടി, മീശ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ചിരിച്ച് അവരോട് സംസാരിക്കുകയാണെങ്കിൽ അവൾക്ക് നിങ്ങളോടൊരു അട്രാക്ഷനൊക്കെ തോന്നാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ പയ്യെ പയ്യെ അതൊരു അഡിക്ഷനായിട്ട് മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം അവൾ എല്ലാ കാര്യങ്ങളും നിങ്ങളോടൊന്ന് പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുന്നു, നന്നായിട്ട് ചിരിക്കുന്നു. ഇതൊക്കെ അവളെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. പിന്നെ ഇതൊന്നും അറിയാതെ നടക്കുന്ന നിങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഫ്രണ്ട്സിനൊക്കെ എല്ലാവരും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കാൻ വേണ്ടി മറക്കരുത്. മൂന്നാമതായിട്ട് വരുന്ന കാര്യം വേറെ ഒന്നുമല്ല, സ്മോൾ ഗിഫ്റ്റുകളാണ്. അതായത് പൊതുവെ എല്ലാ ഗേൾസിനും ഇഷ്ടമുള്ള ഒന്നാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഗിഫ്റ്റ് കൊടുക്കണം എന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിലില്ലാത്ത പൈസ ഉണ്ടാക്കി വാങ്ങിക്കൊടുക്കണം എന്നല്ല ഉദ്ദേശിച്ചത്. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ, അതായത് ഒരു ഫ്ലവർ അല്ലെങ്കിൽ വലിയൊരു ചോക്ലേറ്റ്, ഇതൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് കൊടുക്കുമ്പോഴത്തേക്കും അവൾക്ക് നിങ്ങളൊരു പ്രത്യേക ഫീല് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഗിഫ്റ്റൊന്നും ഇഷ്ടമില്ലാത്ത ആരുമില്ലല്ലോ. ഇപ്പോൾ ബോയ്സിനാണെങ്കിലും ഇഷ്ടമാണ്, ഗേൾസിനാണെങ്കിലും ഇഷ്ടമാണ്. പക്ഷേ ഗേൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ആ കാര്യമൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. ഇനി ഗിഫ്റ്റ് തരുമോ അല്ലെങ്കിൽ നാളെ തരുമോ, ഇങ്ങനെയൊക്കെ ഓർത്ത് അവർക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് ഈ ഗിഫ്റ്റ് കിട്ടുക എന്ന് പറയുന്നത്. നിങ്ങളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അവളെ നിങ്ങളിലേക്ക് അഡിക്റ്റ് ആക്കാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, മേക്ക് ഹെർ ഹാപ്പിയാണ്. അതായത് പെൺകുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ ചിരിക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് തമാശകളൊക്കെ കേട്ടിട്ട്. നിങ്ങൾക്ക് തമാശകളൊക്കെ പറയാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു തമാശകളൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടിയെ മാക്സിമം ചിരിപ്പിക്കാം. ഇനി തമാശ പറയാൻ അറിയാതെ നിങ്ങൾ വേറെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളത് ഇറിറ്റേറ്റ് ചെയ്യാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെയൊന്നും പറയാൻ അറിയില്ലാത്തവരാണ് എങ്കിൽ നിങ്ങൾ അങ്ങനെ അധികം തമാശകൾ പറയാൻ നിൽക്കേണ്ട. കാരണം നിങ്ങളിങ്ങനെ ഓവറായിട്ട് ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുള്ള ഇഷ്ടം കുറയത്തേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ തമാശകളൊക്കെ പറയാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ
തീർച്ചയായിട്ടും നിങ്ങൾക്ക് തമാശകളൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ആ ഒരു പെൺകുട്ടീനെ മാക്സിമം ചിരിപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ തമാശയൊന്നും പറയാൻ അറിയില്ല എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഫണ്ണി ആയിട്ടുള്ള ഇൻസിഡൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ആ കാര്യങ്ങളൊക്കെ ആ ഒരു പെൺകുട്ടിയോട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ 4ാമത്തെ കാര്യം. ഇനി 5ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. 5ാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, കെയറിങ് ആണ്. കെയറിങ് എന്ന് പറഞ്ഞിട്ട് ആരും ഓവറായിട്ട് പോയി കെയറിങ് കൊടുത്തേക്കരുത്. ഒരു പെൺകുട്ടികൾക്കും ഓവർ കെയറിങ് ഇഷ്ടമല്ല. ആവശ്യമുള്ള ടൈമിൽ, അതായത് ആവശ്യമുള്ള കെയറിങ് മാത്രം നിങ്ങൾ കൊടുക്കുക. അല്ലാതെ ഏത് സമയം കഴിച്ചോ കുടിച്ചോ കിടന്നോ ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവൾക്ക് നിങ്ങളോട് ഇറിറ്റേഷനാണ് തോന്നത്തുള്ളൂ. അതുകൊണ്ട് ആവശ്യത്തിനുള്ള കെയറിങ്ങും കാര്യങ്ങളൊക്കെ മാത്രം നിങ്ങൾ ആ ഒരു പെൺകുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ 5ാമത്തെ കാര്യം. ഇനി 6ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. 6ാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ടൈം സ്പെൻഡിങ് ആണ്. അതായത് നിങ്ങൾ മാക്സിമം എല്ലാ ദിവസവും നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ ജോലി തിരക്കിലൊക്കെ ആയിരിക്കും, എന്നിരുന്നാൽ പോലും വൈകുന്നേരമോ അല്ലെങ്കിൽ രാവിലെ ഒക്കെ ആയിട്ട് കുറച്ച് ടൈം നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടിക്ക് എല്ലാവരും ഒന്ന് മാറ്റി വയ്ക്കുക. ഇങ്ങനെ ഡെയിലി നിങ്ങൾ അവൾക്ക് വേണ്ടിയിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുകയാണ് എങ്കിൽ പയ്യെ പയ്യെ അതൊരു അട്രാക്ഷനായി മാറാനും, പിന്നെ എല്ലാ കാര്യങ്ങളും ആ ഒരു പെൺകുട്ടി ഡെയിലി നിങ്ങളോട് പറയുകയും ചെയ്യുമല്ലോ, അങ്ങനെ വന്ന് അതൊരു അഡിക്ഷനായിട്ട് മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ പറഞ്ഞ 6 കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടി നിങ്ങളിലേക്ക് അഡിക്റ്റ് ആകാൻ വേണ്ടി അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി തന്നെ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.